ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന വിഷയം 5ാം ക്ലാസ്സിലെ BSലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്ന ചാപ്റ്ററും അതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നു. മക്കളെ, അപ്പോൾ ആഹാര ശൃംഖല ജാലം എന്നാൽ എന്താണെന്ന് മനസ്സിലായോ? അത് പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഒരു ആഹാര ശൃംഖല ജാലം നിർമ്മിക്കുക. സസ്യം, ചെറുമീൻ, ബാക്കി പൂരിപ്പിക്കാൻ പറയും. അപ്പോൾ മക്കൾ എന്താണ് എഴുതുക? സസ്യം, ചെറുമീൻ, വലിയ മീൻ, കൊക്ക്. ഓക്കെ. പിന്നെ ഇതാ സസ്യം, പുൽച്ചാടി, തവള, കൊക്ക്. സസ്യം, പുയു, കാക്ക. കണ്ടില്ലേ മക്കളെ? പിന്നെ സസ്യം, മാൻ, പുലി. സസ്യം, മുയൽ, കുറുക്കൻ. പുല്ലി, പുൽച്ചാടി, കുരുവി, കുറുക്കൻ, കഴുകൻ, പുലി. അപ്പോൾ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നു. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്ക് കടലിലെ ആഹാരബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലിൽ എന്തെല്ലാം ഉണ്ടാവും? കടലാമയുണ്ടാവും, സ്രാവ് ഉണ്ടാവും, മത്തി ഉണ്ടാവും, ചെറുമീനുണ്ടാവും, പ്ലാവകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സ്രാവ്, കണവ, മീനുകൾ, കടലാമ, അങ്ങനെ പോകുന്നു. മത്തി, ചെറുമീനുകൾ, പ്ലാവകങ്ങൾ. കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകൾ, പ്ലാവകങ്ങൾ. മനസ്സിലായില്ല മക്കളെ? ഇപ്പം കരയിലെയും വെള്ളത്തിലെയും ആഹാര ശൃംഖലാജാലം മനസ്സിലായില്ലേ? പിന്നെ മക്കൾ കണ്ടില്ലേ? ഈ പിക്ചർ കണ്ടില്ലേ? ഈ പിക്ചറിൽ മക്കൾ എന്തെല്ലാം കാണുന്നുണ്ട്? ശ്രദ്ധിച്ചു നോക്കി മക്കളെ. മരം കാണുന്നുണ്ട്, ഒച്ച് കാണുന്നുണ്ട്, ഞണ്ട് കാണുന്നുണ്ട്, കൊക്ക് കാണുന്നുണ്ട്, മീനിനെ കാണുന്നുണ്ട്, തുമ്പി കാണുന്നുണ്ട്, താറാവ്, ആമ, പുൽച്ചാടി, തവള, വെള്ളം, സൂര്യപ്രകാശം, കല്ല്, ചെടികൾ, പുല്ല് എന്നിവയെല്ലാം മക്കൾ കാണുന്നില്ലേ? അപ്പം ഇവയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ജീവനുള്ളവ, ജീവനില്ലാത്തവ. ഇപ്പോൾ ആ മത്സ്യത്തിന് ജീവിക്കാൻ നിലനിൽപ്പിന് ആവശ്യമായി എന്തെല്ലാം വസ്തുക്കൾ വേണം? ഒരു മത്സ്യത്തിന് നിലനിൽപ്പിനായി എന്തെല്ലാം ആവശ്യങ്ങൾ വേണ്ടി വരും? സൂര്യപ്രകാശം വേണ്ടി വരും, ജലസസ്യങ്ങൾ വേണ്ടി വരും, വായു വേണ്ടി, ഒരുപാട് ഘടകങ്ങൾ ആവശ്യമില്ലേ? അപ്പോൾ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ, അല്ലേ? മത്സ്യത്തിന് പുറമെ മറ്റെല്ലാ ജീവികളുടെയും ആവാസമാണിത്, അല്ലേ? വയലിൽ ഒരുപാട് ജീവികളുടെയും ആവാസ സ്ഥലമാണ് വയൽ, അല്ലേ? ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമ്മളെ മക്കൾക്കറിയാം? അതെ, പൂന്തോട്ടം, കാടുകൾ, മരുഭൂമി, ഓരോ സ്ഥലത്തും ഓരോ ആവാസ വ്യവസ്ഥയാണ്, അല്ലേ? അപ്പം എന്താണ് ആവാസം എന്ന് മനസ്സിലായില്ലേ? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെ
ചുറ്റുപാടിനെ നമ്മൾ ആവാസം എന്ന് പറയുന്നു. ഇനി മക്കളെ, രണ്ട് ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി, കാക്ക. ആഹാരം എന്തൊക്കെയാണ് കാക്കൻ്റെത്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അടുത്തത് ആട്. ആടിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇത്തരത്തിൽ മറ്റു ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ മക്കളെ, ജീവി പുലി. ആഹാരം മാംസം, വെള്ളം. മാന്, മുയല്, അങ്ങനെ ഏത് മാംസവും കഴിക്കും. ജീവി പോത്ത്. ആഹാരം പുല്ല്, ചെടി, വെള്ളം, വൈക്കോൽ. ജീവി കോഴി. ആഹാരം ചോറ്, വെള്ളം, പുയു, മണ്ണിര. ജീവി പൂച്ച. ഭക്ഷണം എലി, മീൻ, ഇറച്ചി, എല്ല്. ജീവി പാമ്പ്. ആഹാരം തവള, അണ്ണാൻ. മനസ്സിലായില്ലേ മക്കളെ ആഹാര കാർഡ്? മക്കളെ, ഈ കോളത്തിലുള്ള എന്തുകൊണ്ട് കടുവ സംരക്ഷണം? എന്തുകൊണ്ടാണ് മക്കൾ ആലോചിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം എന്ന്? അതെ, ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവികൾ ഇല്ലാതായാൽ ആ ധർമ്മം ചെയ്യാൻ മറ്റു ജീവികൾ അധികം ഉണ്ടാകൂല. കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നതുവഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനും നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ്. ഇനി നമുക്ക് ആഹാരബന്ധത്തെക്കുറിച്ച് നോക്കാം. ആഹാരബന്ധം: സസ്യം, പുയു, കോഴി, കുറുക്കൻ, കഴുകൻ. മക്കളെ, വേറെ ഒന്നുണ്ടാക്കി നോക്കാം നമുക്ക്. സസ്യം, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. വേറെ ഒന്നുണ്ടാക്കി നോക്കാം. സസ്യം, അണ്ണാൻ, പൂച്ച, കഴുകൻ. ഓക്കെ അല്ലേ മക്കളെ? ഇതിൽ അവസാനത്തെ കണ്ണി ആരാണ്? കഴുകൻ. അപ്പോൾ ഈ ചിത്രത്തിന് നമ്മൾ ആഹാര ശൃംഖല ജാലം എന്നാണ് പറയുന്നത്. ആഹാര ശൃംഖല ജാലം. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ചെയിൻ. ഓക്കെ, ഇനി നമുക്ക് ആഹാരം എങ്ങനെയാണ്, സസ്യങ്ങൾ ആഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങളിലുള്ള ആഹാര നിർമ്മാണം എങ്ങനെയെന്ന് നോക്കാം. സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? മക്കൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരട്ടെ മക്കളെ. എന്താണ് പ്രകാശ സംശ്ലേഷണം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഈ പ്രവർത്തനം, സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പം എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗിക്കുന്നത്. ഈ പ്രവർത്തനത്തെ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു.
ഇലകളിലെ പച്ച കളറിനെ നമ്മൾ എന്താണ് പറയുക? ഹരിതകം. ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇലയിലുള്ള ഹരിതകം പച്ച കളറാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിനായി സഹായിക്കുന്നതെന്ന്. അപ്പോൾ റെഡ് കളറുള്ള സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, വേറെ വെള്ള കളറുള്ള ഇലകളുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുക? അവരൊന്നും ഭക്ഷണം പാചകം ചെയ്യില്ലേ? എന്താ മക്കളെ നിങ്ങളുടെ അഭിപ്രായം? വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണ്. അതിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അന്തോസയാനിൻ. ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൻ. ഇത് എക്സാമിന് വരും കേട്ടോ. നിറം ചുവപ്പ് ഡാഷ്, നിറം മഞ്ഞ അല്ലെങ്കിൽ സാന്തോഫിൽ എന്താണ്? മഞ്ഞ. അങ്ങനെ വരും കേട്ടോ. ഇനി വാതക വിനിമയം സസ്യങ്ങളിൽ. നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ അളവുള്ളത് എന്താണ്? നൈട്രജൻ. പിന്നെന്തൊക്കെയാണുള്ളത്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ളവ. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗിക്കുന്നു. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്നു. എന്താണ് മക്കളെ സ്റ്റമാറ്റ? സ്റ്റമാറ്റ ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെ നമ്മൾ സ്റ്റമാറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമുണ്ടാകുന്ന ഓക്സിജനും പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഇനി നമുക്ക് ആതിഥേയനും അതിഥികളും എന്നുള്ള ഹെഡിങ് നോക്കാം. എന്താണ്? മാവ്, ഇത്തിൽ കണ്ണി, മുടില്ലാത്താളി, മരവായ എന്നിവയുടെ സംഭാഷണം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഞാൻ ഇത്തിൽ കണ്ണി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഞാൻ മരവായ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഞാൻ മുടില്ലാത്താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. കണ്ട മക്കളെ? അപ്പം ഈ ഇത്തിൽ കണ്ണി ഒക്കെ മാവിൽ നിങ്ങൾ കണ്ടില്ലേ? മാവിലൊക്കെ ഇത്തിൽ കണ്ണി അത് സ്വയം ആഹാരം നിർമ്മിക്കും. പക്ഷേ അതിന് വേണ്ട ജലവും ലവണവും മറ്റുള്ള സസ്യങ്ങളിൽ നിന്നാണ് വലിച്ചെടുക്കുക. അപ്പം മക്കളെ എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. വാസസ്ഥലത്തിനായി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ വസിക്കാൻ വേണ്ടി മാത്രം, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഉദാഹരണം ഓർക്കിഡുകൾ.
എന്താണ് അർദ്ധപരാദങ്ങൾ? ഇത് എക്സാമിന് വരട്ടെ. എന്താണ് അർദ്ധപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. മറ്റുള്ള സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കും. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. എന്താണ് അർദ്ധപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. അപ്പോൾ പൂർണ്ണപരാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മുടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. ഒരു ആഹാരമൊന്നും നിർമ്മിക്കൂല, അവരിൽ നിന്ന് എല്ലാ പോഷക ഘടകങ്ങളും വലിച്ചെടുക്കും. അപ്പോൾ മക്കളെ വിലയിരുത്താം. ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകളുള്ള സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം ചുവപ്പ് നിറത്തോട് കൂടിയുള്ള ഇലകൾ സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയും. അവരുടെ തണ്ട് മുറിച്ച് നമ്മൾ ഒരു പേപ്പറിൽ ഉരಸಿ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹരിതകം കാണാൻ കഴിയും. ഇല ചുവപ്പ് കളറാണെങ്കിലും തണ്ടിൽ ഹരിതകം കാണാൻ കഴിയും. അതുകൊണ്ട് അവർ സ്വയം ആഹാരം നിർമ്മിക്കും. ഇനി അടുത്ത, ഈ ആഹാര ശൃംഖലയിൽ തവലുകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ. കടുവയെ കുറിച്ച് ടീച്ചർ പറഞ്ഞില്ലേ? കണ്ടെത്തൂ.